തയ്യൽ കഴിഞ്ഞുള്ള ബാക്കി വരുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളെന്താ ചെയ്യാറുള്ളത്? ഒന്നുകിൽ കത്തിച്ച് കളയും, അല്ലെങ്കിൽ ആരും കാണാതെ ചാക്കിലാക്കി കെട്ടി നമ്മൾ ദൂരെ കളയുമല്ലേ. എന്നാൽ കേട്ടോളിട്ടോ, നിങ്ങൾ വെറുതെ കളയുന്ന ഈ തുണിക്കഷ്ണങ്ങൾ ഒരൊറ്റ രൂപ പോലും മുടക്കില്ലാതെ നിങ്ങൾക്കെല്ലാവർക്കും മാസം 20,000 മുതൽ 30,000 രൂപ വരെ നേടാനുള്ള ഒരു വമ്പൻ ബിസിനസ്സാക്കി മാറ്റാൻ സാധിക്കും. നമ്മുടെ ചാനലിലൂടെ കഴിഞ്ഞ 2 വീഡിയോകൾക്കും നിങ്ങൾ തന്ന വലിയ പിന്തുണയ്ക്ക് ആദ്യമേ നന്ദി പറയട്ടെ. ഒരുപാട് പേർ ചോദിച്ചു, തയ്യൽ മെഷീനുണ്ട്, വലിയ തയ്യൽ അറിയില്ലെങ്കിലും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അവർക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. വെറുമൊരു തയ്യൽക്കാരൻ അല്ലെങ്കിൽ തയ്യൽക്കാരി എന്നതിനപ്പുറം വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും പെൺകുട്ടികൾക്കും വലിയ അറിവില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു 5 അടിപൊളി സ്ക്രാപ്പ് ഫാബ്രിക് ബിസിനസ്സിൻ്റെ ഐഡിയകളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒപ്പം ഇതെങ്ങനെ വിൽക്കണമെന്നും പറഞ്ഞു തരട്ടോ. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ വീഡിയോക്കൊന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തും. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് തന്നെ ഹെയർ ആക്സസറീസ്, സ്ക്രഞ്ചീസ് ആൻഡ് ഹെയർ ബാൻഡ്സ്. ആദ്യത്തെ ഐഡിയ തന്നെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് സ്ക്രഞ്ചീസ് അഥവാ തുണി കൊണ്ടുള്ള ഹെയർ ബാൻഡുകളും ഹെയർ ബോകളും ഉണ്ടാക്കുക എന്നതാണ്. ഇതിന് ഉദാഹരണം പറഞ്ഞു കേട്ടോ. കടകളിൽ നിന്ന് കിട്ടുന്ന സാധാരണ പ്ലാസ്റ്റിക് ബാൻഡുകളേക്കാൾ ആളുകൾ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് സിൽക്ക്, സാറ്റിൻ, കോട്ടൺ തുണികൾ കൊണ്ടുണ്ടാക്കുന്ന വലിയ ഹെയർ ബാൻഡുകളാണ്. അത് തയ്ക്കാൻ വെറും 2 മിനിറ്റ് മാത്രം മതി. തയ്യൽ വലിയ വശമില്ലാത്തവർക്ക് പോലും ഇത് സുഗമമായി ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് കഴിയും. നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രം: തയ്ച്ച് ബാക്കി വരുന്ന നല്ല കളറുകളുള്ള തുണികൾ ചെറിയ നീളത്തിൽ മുറിച്ച് അതിനുള്ള ഇലാസ്റ്റിക് ഇടയ്ക്ക് വെക്കുക. അതിലേക്ക് ഒരു ചെറിയൊരു ബോ കൂടി വെച്ച് കൊടുത്താൽ ഡിസൈനർ ഹെയർ ബാൻഡായി. കോളേജിലുള്ള കുട്ടികൾക്കും ഇത് വളരെ ഇഷ്ടപ്പെടും. ചെറിയ മക്കൾക്കും വലിയ മക്കൾക്കും ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇപ്പോഴത്തെ ഈ മോഡലുള്ള സ്ക്രഞ്ചീസ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഐഡിയ കേട്ടോ. ഇനി രണ്ടാമത്തെ ഐഡിയ ഒന്ന് നോക്കിയാലോ. ഡിസൈനർ കുഷൻ കവറുകളും പൗച്ചുകളും, കുഷൻ കവർ ആൻഡ് പൗച്ചസ്. ഇതാണ് രണ്ടാമത്തെ ഐഡിയ. വീട് അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന കുഷൻ കവറുകളും ചെറിയ മേക്കപ്പ് പൗച്ചുകളും നിർമ്മിക്കുക എന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഒരേ അളവിലുള്ള തുണികളല്ല ഉള്ളതെങ്കിൽ പോലും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം പാച്ച് വർക്ക് ചെയ്ത് നമുക്കത് റെഡിയാക്കാം. അഥവാ ചെറിയ ചതുര കഷ്ണങ്ങൾ പല നിറത്തിലുള്ളത് ഒരുമിച്ച് ചേർത്ത് വെച്ച് നിങ്ങൾ മനോഹരമായ ഒരു കുഷൻ കവറുകൾ ഉണ്ടാക്കാം. ഇത്തരം വില്ലേജ് ലുക്കിലുള്ള കുഷൻ കവറുകൾക്ക് വിപണിയിൽ നല്ല വിലയുണ്ട്. അതുപോലെ തന്നെ അല്പം കുറഞ്ഞ തുണിക്കഷ്ണങ്ങൾ കൊണ്ട് സിബ് വെച്ച് ചെറിയ നാണയങ്ങൾ സൂക്ഷിക്കുന്ന പേഴ്സുകളോ പെൻസിലുകൾ, മേക്കപ്പ് സാധനങ്ങളും ഇടുന്ന പൗച്ചുകളോ ഉണ്ടാക്കാം. ഇതൊക്കെ നമുക്ക് വലിയൊരു ചിലവില്ലാതെ ഉണ്ടാക്കി നല്ല ലാഭത്തിന് വിൽക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ. കാരണം ചെറിയൊരു കൈ വെച്ചാൽ ഇപ്പോൾ ഈ പാച്ച് വർക്ക് ചെയ്ത സാധനങ്ങൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഐഡിയ ഒന്ന് നോക്കിയാലോ. കിച്ചൺ ഓർഗനൈസേഴ്സ്. മൂന്നാമത്തെ കാര്യം, വീട്ടമ്മമാർക്ക് ഏറ്റവും ആവശ്യമുള്ള കിച്ചൺ ഓർഗനൈസേഷൻ സാധനങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്. അതായത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഏപ്രൺ, ചൂടുള്ള പാത്രങ്ങൾ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഹോൾഡർ, പോട്ട് ഹോൾഡേഴ്സൊക്കെ. ജീൻസിൻ്റെയോ കട്ടിയുള്ള കോട്ടൺ തുണിയുടെയോ ബാക്കി കഷ്ണങ്ങളുണ്ടെങ്കിൽ അവ 2-3 ലെയറാക്കി വെച്ച് തയ്ച്ച് നല്ല ഭംഗിയുള്ള പോട്ട് ഹോൾഡറുകൾ ഉണ്ടാക്കാം. ഈ ജീൻസൊക്കെ പറഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള മക്കൾ ഇടാതെ അത് പഴയതായി കളറ് പോയി എന്നൊക്കെ പറഞ്ഞ് തങ്കാരം വെച്ചത് കുറേ അൾമറയിലുണ്ടാവും. അങ്ങനത്തതൊക്കെ വലിച്ചിട്ടിട്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കുക. ഒരു പൈസ ചിലവും ഇല്ല കേട്ടോ. ഇതിന് ചുറ്റും വേണമെങ്കിൽ നമുക്ക് നല്ല ലേസൊക്കെ പിടിപ്പിച്ച് ആകർഷകമാക്കിയെടുക്കാം. അതുപോലെ പല നിറത്തിലുള്ള തുണിക്കഷ്ണങ്ങൾ ഒരുമിച്ച് തുന്നി ചേർത്ത് വെച്ച് മനോഹരമായ അടുക്കള ഏപ്രണുകൾ ഉണ്ടാക്കാം. ആളുകൾക്കൊക്കെ റെഡിമെയ്ഡ് ഏപ്രണുകളെക്കാളും ആൾക്കാർക്കൊക്കെ ഇത്തരം കളർഫുള്ളായുള്ള നാടൻ ഡിസൈനുകളോടാണ് താല്പര്യം കൂടുതലുള്ളത്. അതുകൊണ്ടാണ് ഇതിനിപ്പോൾ ഡിമാൻഡ് കൂടുതലാണെന്ന് പറയാൻ തന്നെ കാരണം കേട്ടോ. ഇനി നാലാമത്തെ ഐഡിയ നോക്കിയാലോ. തുണി കൊണ്ടുള്ള കളിപ്പാട്ടങ്ങളും കീ ചെയിനുകളും, ഫാബ്രിക് ടോയ്സ് ആൻഡ് കീ ചെയിൻസ്. നാലാമത്തെ ഈ ഐഡിയ കുട്ടികൾക്കായുള്ള തുണികൾ കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ ക്യൂട്ടായി കീ ചെയിനുകളും ഉണ്ടാക്കുക എന്നതാണ്. ഇപ്പോൾ ക്യൂട്ട്നെസ്സിൻ്റെ പിറകെയാണ് ആൾക്കാരൊക്കെ പോണത്. അപ്പോൾ ആൾക്കാർക്കൊക്കെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ മാത്രം കിട്ടിയാൽ മതി.
പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ കുട്ടികൾക്ക് ഹാനികരമാകുന്നത് കൊണ്ട് ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള തുണിക്കളിപ്പാട്ടങ്ങൾ തിരയുന്നുണ്ട്. ചെറിയ തുണിക്കഷ്ണങ്ങൾ, മൃഗങ്ങളുടെയോ തുണികൾ കൊണ്ടുള്ള ടോയ് ടെഡ്ഡി ബിയർ, തുണി പൂച്ചകൾ, അതുപോലെ തന്നെ നക്ഷത്രങ്ങളുടെയോ ഹൃദയത്തിൻ്റെയോ ഒക്കെ ആകൃതിയിൽ മുറിച്ചു തയ്ക്കുക. അതിനുള്ളിലേക്ക് ബാക്കി വരുന്ന ഏറ്റവും ചെറിയ നൂൽ കഷ്ണങ്ങളോ പഞ്ഞിയോ നിറച്ച് തുന്നിയെടുക്കുക. ഇതിൻ്റെ തന്നെ ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ഒരു മെറ്റൽ റിങ് ഇട്ടാൽ മനോഹരമായ കീ ചെയിനുകളും ആക്കി മാറ്റാം. സ്കൂൾ കുട്ടികൾക്കും വണ്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ ആളുകൾക്ക് ഇത് വലിയൊരു ഇഷ്ടേക്കാരം. നല്ല വലിയ വില കൊടുത്തിട്ട് ആൾക്കാർ ഇങ്ങനത്തെ ഒക്കെ വാങ്ങാറുണ്ട്, ഇങ്ങനെ ക്യൂട്ട്നെസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതിനും മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ട് കേട്ടോ. ഇനി 5ാമത്തെ ഐഡിയ നോക്കിയാലോ, തുണിസഞ്ചികളും ടോട്ടോ ബാഗുകളും. 5ാമത്തെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ടോട്ടോ ബാഗുകൾ. പ്ലാസ്റ്റിക് നിരോധിച്ചതോടുകൂടി തുണിസഞ്ചികൾക്ക് വലിയ മാർക്കറ്റാണ് വന്നിരിക്കുന്നത്. ലളിതമായ കോട്ടൺ തുണികൾ കൊണ്ട് സാധാരണ വാങ്ങാൻ പോകുന്ന സഞ്ചികൾ തയ്ക്കാം. ഇനി കുറച്ചുകൂടി നമുക്ക് ഫാഷനാക്കണം തോന്നുകയാണെങ്കിൽ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് തുണികൾ, അല്ലെങ്കിൽ കട്ടിയിൽ തുണികൾ അടിച്ച ശേഷം നല്ല നീളമുള്ള വള്ളി വെച്ച് കോളേജിലും ഓഫീസിലും കൊണ്ടുപോകാൻ പറ്റുന്ന തരം ടോട്ടോ ബാഗുകൾ ഉണ്ടാക്കാം. ഇതിൻ്റെ പുറത്ത് ബാക്കി വരുന്ന വേറെ തുണിക്കഷ്ണങ്ങൾ കൊണ്ട് പൂക്കളുടെയോ ഇലകളുടെയോ ഒക്കെ ആകൃതി വെച്ച് തയ്ച്ച് പിടിപ്പിച്ചാൽ അക്രലിക് വർക്ക് കേട്ടോ, ഏതാണ് ഇതിന് പറയുക, അക്രലിക് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ലുക്ക് തന്നെ മാറും. സാധാരണ ബാഗുകളേക്കാൾ ഇരട്ടി വിലക്ക് നിങ്ങൾക്കിത് വിൽക്കാൻ സാധിക്കുകയും ചെയ്യും. ഇരട്ടി വില കൊടുത്ത് ഇപ്പോഴത്തെ ആളുകൾ ഇത് വാങ്ങാൻ വളരെയധികം തയ്യാറുമാണ്. അപ്പം നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ വെറുതെ വേസ്റ്റ് എന്ന് കരുതി കളയണ തുണിക്കഷ്ണങ്ങൾ കൊണ്ട് എത്ര ബിസിനസ് ചെയ്യാമെന്ന്. ഇനി ഇത് എങ്ങനെ വിൽക്കണമെന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ നിങ്ങളുടെ നാട്ടിലുള്ള ഫാൻസി കടകളിലോ ലേഡീസ് സ്റ്റോറുകളിലോ കൊടുക്കാം. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് തുടങ്ങി ഇതിൻ്റെ നല്ല ചിത്രങ്ങളിട്ടാൽ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും നിങ്ങൾക്ക് ഓർഡറുകൾ വരും. നിക്ഷേപമില്ലാതെ തുടങ്ങാൻ പറ്റിയ ഈ 5 ഐഡിയകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് തയ്യൽ പഠിക്കുന്ന രീതിക്കുള്ള വിശദമായ വീഡിയോ വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ ആയി ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യുക. വീട്ടിലിരുന്ന് വെറുതെ സമയം കളയുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഒരു ബിസിനസ് തുടങ്ങി വിജയിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇനി എന്തെല്ലാം വീഡിയോസ് വേണം, ഇതിൽ പറഞ്ഞ ഐഡിയകളൊക്കെ ചെയ്ത് കാണിക്കണമെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.